ഹലോ, ഞാൻ സരിത. എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കർക്കിടക മാസമൊക്കെ സ്റ്റാർട്ടായി. അപ്പോൾ റെയിനി സീസണൊക്കെയാണ്. അപ്പോൾ നമുക്ക് കർക്കിടക മാസത്തിൽ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള സ്കിൻ കെയർ. അപ്പോൾ എല്ലാവരും കർക്കിടക മാസത്തിൽ നമ്മൾ ശരീരപരമായിട്ടുള്ള കാര്യങ്ങളും ചികിത്സകളും ഒക്കെ ചെയ്യുന്നതാണ്. എല്ലാവരും ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നോർമലായിട്ട് ഫോളോ ചെയ്ത് വരുന്നതാണ്. പക്ഷേ സ്കിൻ കെയർ അത്ര വലുതായിട്ടൊന്നും ആരും അങ്ങനെ കെയർ ചെയ്യാറില്ല, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ കർക്കിടക മാസത്തിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരീരം ഡീടോക്സിഫൈ ചെയ്യുന്നത് പോലെ തന്നെ സ്കിന്നും ഡീടോക്സിഫൈ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെയും കാര്യങ്ങളിലൂടെയും ഒക്കെ അത് നടക്കുന്നതോടൊപ്പം തന്നെ എക്സ്റ്റേണലി കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇപ്പം നമ്മൾ കർക്കിടകത്തിലൊക്കെ വീട്ടിലുള്ള കാര്യങ്ങൾ കൊണ്ട് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് വീട്ടിലുള്ള അല്ലെങ്കിൽ ഹെർബലായിട്ട് അല്ലെങ്കിൽ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് വാഷാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയണത്. അപ്പോൾ ഞാൻ ഈ 1-2 എപ്പിസോഡ്സ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു മന്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് മുന്നോട്ടും ഫോളോ ചെയ്യാം. ഈ മന്തിൽ മാത്രമല്ല, പക്ഷേ ഈ മന്തിൽ അതൊരു പ്രത്യേകതയാണ് കേട്ടോ. അപ്പോൾ പക്ഷേ വളരെ സിമ്പിൾ സ്റ്റെപ്സാണ്. ഇപ്പോൾ നിങ്ങൾ രാവിലെ ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ രാത്രിക്ക് ഒരു 5 മിനിറ്റ്സ് അങ്ങനെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്കിത് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. അത് മാത്രമല്ല, ഇത് കൊണ്ട് നമുക്ക് സ്കിന്നിന് ഒരുപാട് ഗുണങ്ങളുമാണുള്ളത്. അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കുന്നത് ഫേസ് വാഷാണ്. നാച്ചുറലായിട്ട് നമുക്ക് കുറച്ച് നാൾ സൂക്ഷിച്ച് വയ്ക്കാനും പറ്റുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഫേസ് വാഷ് ഉണ്ടാക്കുന്നത്. സോ ആദ്യം നമുക്ക് പ്രിപ്പറേഷൻ കാണാം. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആദ്യം വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുൾത്താണി മിട്ടിയാണ്. നിങ്ങളുടെ സ്കിൻ നോർമൽ അല്ലെങ്കിൽ ഓയിലി ആണെങ്കിൽ നിങ്ങൾക്ക് മുൾത്താണി മിട്ടി യൂസ് ചെയ്യാം. ഇപ്പോൾ ചിലരുടെയൊക്കെ സ്കിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീംലി ഡ്രൈ ആയിരിക്കും. സോ അങ്ങനെയുള്ളവർ മുൾത്താണി മിട്ടി യൂസ് ചെയ്യേണ്ട. അതിന് പകരമായിട്ട് കടലമാവിൻ്റെ പൊടി യൂസ് ചെയ്താൽ മതി. അപ്പോൾ രണ്ടാമത് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് റീറ്റ പൗഡറാണ്. സോപ്നട്ട് പൗഡർ എന്ന് പറയും, റീറ്റ പൗഡർ. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ രണ്ടും ഒരേ അളവിലാണ് എടുക്കുന്നത്. ഇത് മസ്റ്റായിട്ട് ആഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു നാച്ചുറൽ ഫോമിങ് ഏജൻ്റ് ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീറ്റ. അത് മാത്രമല്ല നന്നായിട്ട് ക്ലെൻസ് ചെയ്യും ഫേസിനെ. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്തൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്നായാൽ തന്നെ ഒന്ന് ഡീടോക്സിഫൈ ചെയ്യാന്നുള്ള ഒരു പർപ്പസ് ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് റീറ്റ പൗഡർ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 സ്പൂൺ മുൾത്താണി മിട്ടിയാണ്. പിന്നെ നിങ്ങൾക്കിത് കുറേ ഉണ്ടാക്കിയാലും സൂക്ഷിച്ച് വയ്ക്കാം. കാരണം ഇതൊരു 3 months 4 months വരെ ഒക്കെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അളവ് അനുസരിച്ച് നിങ്ങൾക്കിപ്പോൾ എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതനുസരിച്ചിട്ട് ഡെയിലി യൂസ് ചെയ്യാനുള്ള ആ ഒരു രീതിയിൽ നിങ്ങൾ ഇതിൻ്റെ അളവ് എടുക്കുക കേട്ടോ. ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് റീറ്റ പൗഡറാണ്. ഇത് റീറ്റ പൗഡർ എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും നട്ടിൻ്റെ സോപ്പ് നട്ട് പൗഡറാണ്, അല്ലാതെ സോപ്പ് നട്ടിൻ്റെ ഷെല്ലിൻ്റെ പൗഡറല്ല. ഇത് കളർ അതിന് വ്യത്യാസം ഉണ്ടാവും. അതുപോലെ മണമൊക്കെ ഉള്ളതാണ് കേട്ടോ ഈ സോപ്പ് നട്ട് പൗഡർ എന്ന് പറയുമ്പോൾ. നിങ്ങൾ മേടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈക്വൽ എമൗണ്ട് ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് മിക്സ് ചെയ്യുമ്പോഴും നിങ്ങൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മളിത് ഡെയിലി ഇപ്പോൾ ഫേസ് വാഷ് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ കുറച്ച് കയ്യിലെടുത്തിട്ട് ആവശ്യത്തിന് നമ്മുടെ ഇപ്പോൾ അത്യാവശ്യം മുഖവും കഴുത്തും വൃത്തിയാക്കാനുള്ളത് കയ്യിലെടുത്തിട്ട് മിക്സ് ചെയ്യുന്നതിനും ഒരു സെപ്പറേറ്റ് ഒരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് എമൗണ്ട് എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു 4 മാസം വരെ നമുക്ക് വെക്കാം. അപ്പോൾ ഈ 2 പൗഡറും മിക്സ് ചെയ്ത് ഒരു ബോട്ടിലാക്കി എയർ ടൈറ്റ് ആക്കി വെക്കുക. എന്നിട്ട് ഡെയിലി നമ്മൾ മോർണിംഗ് കുറച്ച് അത്യാവശ്യം നമ്മളുടെ ഒരു ഫേസിനും നെക്കിനും ഒക്കെ അപ്ലൈ ചെയ്യാനുള്ള ക്വാണ്ടിറ്റി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് അലോവേര ജെല്ല്, ഞാനിപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ടാണ് ഇത്രയും അലോവേര ജെൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ആ ഒരു ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ സ്പൂൺ 1/2 സ്പൂൺ മതിയാവും കേട്ടോ. അപ്പം അലോവേര ജെല്ല് ആഡ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്, ഞാൻ ഒഴിക്കുന്നത് വെള്ളമാണ്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആണെങ്കിൽ നിങ്ങൾക്ക് പാലൊഴിച്ച് മിക്സ് ചെയ്യാം. പിന്നെ ചിലർക്ക് പിമ്പിൾസും ആക്നെ അങ്ങനെയുള്ള പ്രോബ്ലം ഉള്ളവർക്ക് റോസ് വാട്ടർ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അവരവരുടെ സ്കിന്നിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ട് വേണം കേട്ടോ നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട്. അത് ശ്രദ്ധിക്കണം. പിന്നെ അലോവേര ജെല്ല് ആഡ് ചെയ്യാനായിട്ട് മറക്കുകയും ചെയ്യരുത്. ഇത് ഏറ്റവും നല്ല ഒരു കോമ്പിനേഷനിലുള്ള ഒരു ഫേസ് വാഷാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെമിക്കൽസോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാതാനും, പക്ഷേ നന്നായിട്ട് നമ്മളുടെ ഇപ്പോൾ ഈ ഒരു റെയിനി സീസണിൽ ശരിക്കും സ്കിന്നിലെ അഴുക്കൊക്കെ കളയാനും അതുപോലെ ഈ ഒരു മാസത്തിലൊക്കെ ഇത് ഏറ്റവും നല്ലതാണ് കേട്ടോ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് മസ്റ്റായിട്ട് കണ്ട ഒരു ചെറിയ രീതിയിലുള്ള ഒരു പതയേ ഉണ്ടാവുള്ളൂ. കാരണം
ഒരു നാച്ചുറൽ ഫോമിങ് ഏജൻ്റ് ആണ് റീറ്റാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ പറഞ്ഞിട്ടുള്ളത് പോലെ മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഒരു കാര്യവും സ്കിപ്പ് ചെയ്യരുത്. കാരണം അറിയാമല്ലോ, ആകെ കുറച്ച് കാര്യമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പ്രോപ്പർ ഒരു ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കോമ്പോസിഷൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ. നന്നായിട്ട് ക്ലെൻസ് ആവും. ആൻഡ് ഓരോ സ്കിൻ ടൈപ്പിന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അലോവേര ജെല്ല് ഒട്ടും നിങ്ങൾ മിസ് ചെയ്യരുത്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ആ ഒരു കളറും അങ്ങനെയുള്ളതൊന്നും ആഡ് ചെയ്യാത്തത് തന്നെ യൂസ് ചെയ്യേണ്ടതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഫ്രഷ് അലോവേര നിങ്ങൾക്ക് പറ്റും, ചിലർക്ക് പറ്റില്ല കേട്ടോ. സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇച്ചിങ്ങും പ്രോബ്ലം ഒക്കെ ഉണ്ടാവും. സോ അത് അല്ലാത്തവർക്ക് ഫ്രഷ് ആയിട്ടുള്ള അലോവേര യൂസ് ചെയ്തതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുറച്ച് എടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഫേസിൽ ഒന്ന് ലൈറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. ഫേസ് ആൻഡ് നെക്ക് ഒരുപാട് സമയമൊന്നും മസാജ് ചെയ്യേണ്ട. കാരണം നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങിയിട്ട് വരാണ്. അധികം ഒരുപാട് അങ്ങനെയുള്ള അഴുക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. എക്സസൈസ് ഓയിലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒന്ന് ലൈറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ പ്ലെയിൻ വാട്ടറിൽ വാഷ് ഔട്ട് ചെയ്യുക. ഇത്രയുമേ ഉള്ളൂ. ഇതിന് ശേഷം ചെയ്യേണ്ട ഒരു കാര്യം, ഒരു സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ഒരു കുഞ്ഞി സ്റ്റെപ്പ്, അലോവേര ജെല്ല് നമുക്ക് ഇപ്പം പ്രോസസ്സ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അത് ഫ്രഷ് യൂസ് ചെയ്യേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം കുറച്ച് സ്റ്റിക്കിയാണ് ഫ്രഷ്. അപ്പം വല്ലാണ്ട് നമുക്കൊരു ഇറിറ്റേഷനൊക്കെ തോന്നും. സാധാരണ നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത് തന്നെ നമുക്ക് ഒരു സ്കിന്നിനൊക്കെ നല്ല ഒരു പെർഫെക്ഷൻ അല്ലെങ്കിൽ നമുക്കൊക്കെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു തോന്നാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്. സോ അപ്പം ഈ ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെൽ ആവുമ്പോൾ നമ്മൾ ആഫ്റ്റർ ഫേസ് വാഷ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഇച്ചിങ് സെൻസേഷനും അതുപോലെ കുറച്ച് ഇങ്ങനെ വലിച്ചിലും ഒക്കെ ഉണ്ടാവും. സോ അതുകൊണ്ട് അത് ചെയ്യേണ്ട. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ അലോവേര ജെൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ ഏതാണ് അത് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത്രയും ഉള്ളൂ. അപ്പോൾ ഈ ഒരു 2 സ്റ്റെപ്പ് വളരെ സിമ്പിളായിട്ടുള്ള 2 സ്റ്റെപ്പാണ് മോർണിംഗിൽ ഫോളോ ചെയ്യുക. വളരെ നല്ലതാണ്. പിന്നെ പിമ്പിൾസും കാര്യങ്ങളും ഒക്കെ ഉള്ളവർക്ക് ഞാൻ അടുത്ത എപ്പിസോഡ്സിൽ കുറച്ചും കൂടി ടിപ്സും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരാം. അത് മാത്രമല്ല ഈവനിങ്ങിൽ ചെയ്യേണ്ട കാര്യങ്ങളും അടുത്ത 2 എപ്പിസോഡ്സായിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോസായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം സരിത.